എൻ്റേതല്ലല്ലോ അതൊന്നും. അതൊക്കെ വെച്ച് എന്നോട് ഇൻ്റർവ്യൂ ചെയ്തിട്ട് കാര്യമില്ല. LDFിന് അങ്ങനെ ഒരു ഓഫർ വന്നിരുന്നോ ശരിക്കും? ഞാൻ ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഇല്ലല്ലോ. LDF എൻ്റെ അടുത്തൊന്നും വന്നിട്ടില്ല. ഞാൻ അവരുമായിട്ട് ചർച്ചയും നടത്തിയിട്ടുമില്ല. ഈ പ്രതിച്ഛായയുടെ വാദം നമ്മൾ മണിസാറ് പ്രതിച്ഛായയുടെ അത് ഞാനെന്തിനത് പ്രതിച്ഛായ അത് പത്രങ്ങൾ ഓരോ അവരുടെ ഇൻവെസ്റ്റിഗേഷൻസ് അവർക്ക് കിട്ടുന്ന അറിവുകൾ വെച്ച് അവരെഴുതും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ PC ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു PC ജോർജ് വഴിക്കാണ് ഓപ്പറേഷൻ നടന്നത്. CPMലെ ഒരു ഉന്നത നേതാവ് മണിസാറിനെ നേരിട്ട് കണ്ട് ചർച്ച നടത്തി തുടങ്ങിയ കാര്യം. ജോർജ് അങ്ങനെ ഞാൻ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, PC ജോർജ് ആരുമൊക്കെ ആയിട്ട് ചർച്ച നടത്തിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആരെയും പാർട്ടി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ആരെയും ആരുമായിട്ടെങ്കിലും ചർച്ച ചെയ്യാൻ അധികാരപ്പെടുത്തിയിട്ടില്ല, ചുമതലപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ PC ജോർജിൻ്റെ വാദം ഫർദർ ക്വസ്റ്റ്യൻസ് ആവശ്യമില്ല. ഇപ്പോൾ ഇങ്ങനൊരു ഓഫർ വന്നിരുന്നു UDFിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി, UDF പൊളിയാതിരിക്കാൻ വേണ്ടി മണിസാർ ഓഫർ ത്യജിച്ചു എന്നാണ് പ്രതിച്ഛായ പറയുന്നത്. അല്ല, ഞാൻ ഒരിക്കലും UDFിൻ്റെ കെട്ടുറപ്പ് ഇല്ലെന്നാക്കാൻ ഒരിക്കലും ഞാൻ നിന്നു കൊടുത്തിട്ടില്ല. UDF എപ്പോഴും അത് തകരരുത്. ആ UDF ആകുന്ന നൗക ഉലയാതെ മറിയാതെ തകരാതെ കൊണ്ടു നടക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ G സുധാകരൻ്റെ പ്രസ്താവന വന്നപ്പോൾ മണിസാറിൻ്റെ പ്രതികരണം അത്തരത്തിൽ യാതൊരു നടന്നില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് വന്നത്. അപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിച്ഛായയിൽ ലേഖനം. ഞാനിപ്പം സുധാകരൻ്റെ പ്രസ്താവന ഞാനെന്തിനാ, സുധാകരൻ്റെ അറിവ് വെച്ച് സുധാകരൻ പറയുന്നു. സുധാകരനെ ഒരു മാന്യനായ വ്യക്തിയാണ്. സുധാകരനെ പറയുന്നു അവിശ്വസിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ എനിക്കിതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. ഈ ജോസ് കെ മാണി ആണ് ഈ നീക്കം പൊളിച്ചതെന്നാണ് PC ജോർജിൻ്റെ ഒരു ഇതുണ്ടായിരുന്നത്. അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ ഈ സ്ഥാനം വേണ്ടെന്ന് വെക്കാനുള്ള ഒരു കാര്യം 6 മാസം കൊണ്ടാണ്, അതുകൊണ്ട് ജോസ് കെ മാണി ഇടപെട്ടാണ് ഈ നീക്കം വേണ്ട എന്ന് പറഞ്ഞത് എന്നാണ് ഇന്ന് പ്രതിച്ഛായയിലെ. എനിക്ക് അറിഞ്ഞുകൂടെ ജോസ് കെ മാണി അങ്ങനെ പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം സ്ഥാനമോഹത്തിന് ജോസ് കെ മാണി കൂട്ടു നിന്നില്ല എന്നുള്ളതല്ലേ. അതൊരു കോംപ്ലിമെൻ്റാണ് അത് ജോസ് കെ മാണിക്ക്. എനിക്കൊന്നും അറിഞ്ഞുകൂടെ, ഞാൻ ആലോചനയൊന്നും നടത്തിയിട്ടില്ല. ഇപ്പോൾ ഈ കോൺഗ്രസിനെ രൂക്ഷമായിട്ട് വിമർശിച്ചാണ് സംഭവം പ്രതിച്ഛായയിൽ ഇപ്പോൾ കിടക്കുന്നത്. അതായത് മറ്റേ ഉമ്മൻചാണ്ടി മണിസാറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പറഞ്ഞോട്ടെ. ഞാൻ പറയുന്നത് ഇങ്ങനെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഓരോ ന്യൂസുകൾ വരും. ആ ന്യൂസ് വരുന്നതിനെല്ലാം വെച്ച് വീക്ഷണത്തിൽ എന്തെങ്കിലും ന്യൂസ് വന്നാൽ ഉടനെ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു ഉമ്മൻചാണ്ടിക്ക് ഇതിന് ഉത്തരവാദിത്വം വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞതുപോലെ പത്രങ്ങളിൽ ഓരോ ന്യൂസുകൾ വരും, അവരുടെ വിലയിരുത്തലുകൾ വരും, നിരീക്ഷണങ്ങൾ വരും. അതിനെല്ലാം ഞാൻ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, അതിനെപ്പറ്റി ഞാൻ കമൻറ്റ് ചെയ്യുക, അതിൻ്റെ സോഴ്സസ് പറയുക, അല്ലെങ്കിൽ അതിന് ക്രെഡിബിലിറ്റി എന്താണെന്ന് എന്നോടൊക്കെ ചോദിച്ചിട്ട് കാര്യമില്ല. എനിക്കിതിനെപ്പറ്റി അറിഞ്ഞു. ഞാൻ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് വസ്തുതയല്ലേ അറിയേണ്ടത്. ഞാൻ അങ്ങനെ ആലോചന നടത്തിയിട്ടില്ല, അങ്ങനെ ഒരു കാര്യത്തിനുള്ളിൽ നിന്ന് കൊടുത്തിട്ടുമില്ല. ഈ കോൺഗ്രസ് ഇത്ര വിരോധം ഉണ്ടാവും കാര്യം അപ്പോൾ അതൊന്നും ചോദിക്കണ്ട, അതൊന്നും വേണ്ട. ഇതിൻ്റെ പിന്നാലെയാണ് മറ്റേ ബാർക്കോഴ എന്നുള്ളത് ഇതിൻ്റെ ഒരു പരിണിത ഫലം എന്നാണ്. എന്ത് ബാർക്കോഴ? ഇതൊക്കെ നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാൻ മേലേ. ഈ ബാർക്കോഴ എന്ന് പറയുന്നവർ തന്നെ ഒരു കോഴയാണ്. ഈ ആരോപണങ്ങൾ തന്നെ ഒരു കോഴയാണ്. ആരോപണങ്ങൾക്ക് പിന്നെയുള്ളത് തന്നെ ഇപ്പം ആരോപണങ്ങൾ പെയ്ഡ് ആരോപണങ്ങളല്ലേ ഇപ്പോൾ വരുന്നത്. പെയ്ഡ് ആരോപണങ്ങൾ തന്നെ കോഴയാണ്. ആരോപണങ്ങൾക്ക് പിന്നിലുള്ളത് തന്നെ കോഴകളാണ്. പ്രതിച്ഛായയുടെ ലേഖനത്തെ മണിസാറ് നിരാകരിക്കുകയാണ്. നിരാകരിച്ചില്ല, ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പ്രതിച്ഛായയുടെ ലേഖനം അവരുടെ ഇൻവെസ്റ്റിഗേഷൻ അനുസരിച്ച് അവരുടെ അറിവനുസരിച്ച് അവരെഴുതി. അത്തരത്തിൽ നീക്കം നടന്നിട്ടില്ല. അത് പ്രതിച്ഛായയുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. പ്രതിച്ഛായ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തൊരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് അവർക്ക് കിട്ടിയ അറിവ് വെച്ച് അവരെഴുതുന്നു. അത് ഞാൻ നിഷേധിക്കുന്നുമില്ല. അവരെഴുതുന്നു. പ്രതിച്ഛായ ഒരു ഉത്തരവാദിത്തമുള്ളൊരു പത്രമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വസ്തുതകൾ അറിയാനാണെങ്കിൽ ഞാനങ്ങനെ മുഖ്യമന്ത്രി പദം ആഗ്രഹിച്ചിട്ടില്ല, അതിനുവേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല, UDFിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുമില്ല.